ഉദ്ഘാടനത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സഭാ സെക്രട്ടറി ശ്രീ ഇ ടി സുജോയ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മഹാസഭയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ വി പി ഗിരീഷ് ഇന്ന് ഈ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വേണുഗോപാൽ വെമ്പിള്ളിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബഹുമാന്യ ഇന്നലെ ഉദയാസ്തമന പൂജയോടുകൂടി ആരംഭിച്ചു. ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് അനേകം ആളുകളുണ്ടായിരുന്നു. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ വേണുഗോപാൽ വെമ്പിള്ളി അദ്ദേഹത്തെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാ ഭാരവാഹികളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 2 വരെ നല്ല നല്ല പ്രോഗ്രാം എല്ലാം സംഘടിപ്പിച്ച് ഇരിക്കുന്ന ഈ വേളയിൽ ഇതിൻ്റെ ഇന്നത്തെ ആദ്യ ചടങ്ങായ സോപാന സംഗീതം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സോപാന സംഗീതം എന്ന് പറയുന്ന ഈ കല ക്ഷേത്രകലയായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കലയായതുകൊണ്ട് ആദ്യ ദിവസം ഈ ചടങ്ങ് തന്നെ വന്നത് വളരെ കൃത്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മുതൽ ക്ഷേത്രം തുടങ്ങിയ മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഈ ചടങ്ങിന് എന്നെ വിളിച്ചപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വന്ന് ഈ ആദ്യത്തെ ചടങ്ങ് നടത്തി കൊടുക്കുന്നതിൽ അതിയായ സന്തോഷം. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവം തുടങ്ങാനാണ് നമ്മുടെ ദേശത്ത് മൊത്തം എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാർക്കും ഒരു ഉണർവ് ദേവൻ്റെ ആ ചൈതന്യം പ്രസരിച്ച് പുറത്തേക്ക് ഒഴുകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ പുറത്തേക്ക് ഒരു ഭരണി മാറി എന്നാണ് പറയുക. ഒരു ക്ഷേത്രം ആ ഭരണിയിൽ സാധനങ്ങൾ നടത്തി പുറത്തേക്ക് വന്നാൽ അതെല്ലാവരും വരികയാണ്. അപ്പോൾ ആ ദേവൻ്റെ ഭക്തി ആവുന്ന ആ അവള് എല്ലാവർക്കും ഏത് ടൈമിലും അനുഭവിക്കാവുന്ന ഒരു ടൈമാണ് ഈ ഉത്സവ സമയം. അപ്പോൾ ഉത്സവ സമയത്ത് ക്ഷേത്രകലകളായിട്ടുള്ള എല്ലാ വാദ്യകലകളും സോപാന സംഗീതവും അങ്ങനെയുള്ള എല്ലാ അതിനും പ്രത്യേകമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഏത് സമയത്തും എപ്പോഴും നമുക്ക് ഈ അമ്പലത്തിൽ അതിൻ്റെ നാൾക്ക് നാൾ ധാരാളമായി അതിൻ്റെ എല്ലാ വിധത്തിലും ഭംഗിയായി നടത്തി തരുവാൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു.